എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചിന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മുട്ട ബുർജിയാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനലായ ചിന്നു ടേസ്റ്റി റെസിപ്പീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഉണ്ടാക്കിയ മുട്ടയുടെ തന്നെ മറ്റൊരു റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണാനായിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി മുട്ട ബുർജി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മുട്ട ബുർജി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണം, മല്ലിയില വേണം, 2 സാമ്പാർ മുളക് വട്ടത്തിൽ അരിഞ്ഞതാണിത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞു വെച്ചതാണിത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മുട്ട ബുർജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് മുട്ട ബുർജി ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് മുട്ട ബുർജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം ഇതുപോലൊരു ബൗൾ എടുക്കുക. ഇനി നമുക്ക് ഓരോ മുട്ടകളായിട്ട് ഇതിൽ പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഓരോ മുട്ടകൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ 4 മുട്ടകളും ഇവിടെ ഞാനിതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അത് കത്തിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് ചൂടായിട്ട് ഇതിലെ ബബിളുകളെല്ലാം വറ്റിപ്പോണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. ഈ സവാളയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ നമ്മൾ കുറച്ച് വയ്ക്കുക. സവാള ഒന്ന് പതുക്കെ ഇതിൽ കിടന്നൊന്ന് കളറ് ചേഞ്ച് ആവണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴണ്ട് പോകരുത്. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
അതേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളകിൻ്റെ ഒരു കുത്തൊന്ന് മാറണ വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ മുളകൊക്കെ ഇട്ടിട്ട് ഒരു വറവ് മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പും മുട്ടയും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കൂട്ടി വയ്ക്കണം. തീ കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വലിയ കട്ട കെട്ടാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾക്ക് പൊടിച്ചെടുക്കണം. ഈ ടൈമിൽ ഉപ്പ് നിങ്ങൾ നോക്കാം. ഉപ്പ് നിങ്ങൾക്ക് പാകത്തിനാണോ എന്ന് ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. എനിക്ക് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കണം. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വലിയ പീസുകളാവാതെ ചെറിയ പീസുകളായിട്ട് ഇളക്കി എടുക്കണം. ഇനി നമ്മൾ തീയൊന്ന് കുറച്ച് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഓരോന്നും ചെറിയ പീസുകളാക്കി എടുക്കാം. നന്നായിട്ടിത് ഡ്രൈ ആയിട്ട് തോന്നണം നമുക്ക്. അപ്പോൾ മാത്രമേ നമ്മൾ ഇത് ഇങ്ങനെ കുത്തിളക്കിയിട്ട് നിർത്താൻ പാടുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മുട്ട ഏതാണ്ട് ഇതേ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വേപ്പിലയൊന്നും ഇടണ്ട. ബുർജിയിൽ പ്രധാനമായിട്ടും മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ ദേ മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറു ചൂടിൽ കിടന്ന് നമ്മുടെ മല്ലിയിലേക്ക് ഒന്ന് നന്നായിട്ട് വാടി നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ മുട്ട ബുർജി ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ മുട്ട ബുർജി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.